ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസി ജൂ ടിപ്സ്. അങ്ങനെ കാത്തിരുന്ന് കേട്ടിട്ട് റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒത്തിരി കൂട്ടുകാർ ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്നുണ്ട്. വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ക്വാളിഫൈ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും കൺഗ്രാജുലേഷൻസ്. ദെൻ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഒത്തിരി പേര് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെരിഫിക്കേഷൻ നടക്കുന്നത് നിങ്ങൾ എക്സാം എഴുതിയ സെൻറ്റർ ഉണ്ടല്ലോ അതിൻ്റെ പരിധിയിൽ വരുന്ന DO ഓഫീസിലായിരിക്കും നിങ്ങൾക്ക് വെരിഫിക്കേഷന് പോവേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ്സ് എല്ലാം നമ്മുടെ പേപ്പറിൽ വരുന്നതായിരിക്കും. അന്നേരം വെരിഫിക്കേഷന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ട് പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാത്തിൻ്റെയും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിൻ്റെ എല്ലാം നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം. എന്നാലും മാത്രമേ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് ഇനിയിപ്പോൾ വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ സ്ഥലത്തില്ല എങ്കിൽ മേ ബി എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം എവിടെയെങ്കിലും പുറത്ത് പോയത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ടൈമിൽ DO ഓഫീസിൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ അതിനും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നീട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ള ചാൻസ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എബ്രോഡ് ഉള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങാനും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പുറത്ത് എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിലും കൂടി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു അവസരം പിന്നീട് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ DO ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ദെൻ വെരിഫിക്കേഷൻ കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേട്ടിട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ആണല്ലേ, അത് കേട്ടിട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ പോസ്റ്റൽ വഴി വരും എന്ന് ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട. കേട്ടിട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ നേരിട്ട് ഏത് DO ഓഫീസിലാണോ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്തത് അവിടെ പോയി ചെന്ന് വാങ്ങിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടിട്ടിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തു, ഇനി വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. അതെല്ലാം നിങ്ങൾ ന്യൂസ് പേപ്പറിലൂടെ കണ്ട് അതുപോലെ ചെയ്യുക. ഇനി നമ്മുടെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഏതെങ്കിലും സ്ഥലത്ത് എപ്പോഴൊക്കെയാണ് എന്നുള്ള കാര്യം ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ വീഡിയോസിലൂടെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നിങ്ങളുടെ സ്റ്റെപ്പ് എന്താണ്? കേട്ടിട്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത LP UP വേണ്ടിയിട്ടോ ഇനി നമ്മുടെ HSCയുടെ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ. സോ കേട്ടിട്ട് 3 ഒക്കെ കിട്ടിയവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സോഷ്യൽ സയൻസുകാരാണെങ്കിൽ നിങ്ങൾക്ക് HSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അല്ലേ. സോ അതിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നമുക്ക് അറിയാം, ഒരു അധ്യാപകരാകണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ മെയിനായിട്ട് വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക. അതിനുശേഷമാണ് നമ്മുടെ LP UP ആണെങ്കിലും HSC ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക. പിന്നീട് ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞാലൊക്കെയാണ് നമ്മുടെ ഒരു ടീച്ചിങ് മേഖലയ്ക്ക് നമ്മൾ കടന്ന് ചെല്ലുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടിട്ട് എന്ന് പറയുന്നത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ LP UPക്കോ അല്ലെങ്കിൽ HSCനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സോ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കേട്ടോ. കാരണം നമുക്കറിയാം ഓരോരോ മാസങ്ങൾ അല്ലെങ്കിൽ ഓരോ വർഷങ്ങൾ കൂടുന്തോറും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഒത്തിരി പേരുണ്ട്. ഓരോരോ കേട്ടിട്ട് കഴിയുമ്പോഴും ക്വാളിഫൈഡ് ആയ കൂട്ടുകാർ ഒത്തിരി പേരുണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് വാക്കൻസി ഉണ്ടാവണം എന്നൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വരുന്ന അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നെക്സ്റ്റ് LP UP ടാർഗറ്റ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. നല്ല രീതിയിൽ അടുത്ത LP UPക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കേട്ടിട്ടിൻ്റെ ആയിക്കോട്ടെ LP UP ഒക്കെ എല്ലാം തന്നെ റേഞ്ചൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി പഠിച്ചാലൊന്നും കിട്ടുന്നതല്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബേസ് മുതൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ LP UP അല്ലെങ്കിൽ കേറ്റിട്ട് HSCയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കീപ്പ് വാച്ചിങ്. താങ്ക് യു.